അതാണ് ജോസ്കോ ഇന്ത്യൻ വോയ്സ് സീസൺ 2-ൽ അടുത്തതായി. അന്നക്കിളി എന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രത്തിലെ ഈ ഗാനവുമായി വേദിയിലെത്തുന്നു ശ്രീലക്ഷ്മി. ആ ഒരു സാധനം, ആ ഒരു സ്വിങ് നമുക്ക് വേണം. ഈ രമ്പലിക്കാറ്റ് ചുറ്റി അടിക്കാറ്റെന്ന് പാടിയാ ചുറ്റി അടിക്കത്തുമില്ല. ജലമുരിക്കാറ്റ് എവിടെങ്കിലും പോകും. ചാലഞ്ചിങ് ആയിട്ട് എടുത്ത് അങ്ങനെ പാടിയതിന് കൺഗ്രാറ്റ്സ്. ശ്രീലക്ഷ്മി ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണല്ലോ. എന്താണ് കാര്യം? ഒന്നുമില്ലേ? എന്തോ ഉണ്ട്. ഭയങ്കര സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നോ? എന്തൊക്കെ പറഞ്ഞു കൂട്ടുകാര് വരണതിന് മുമ്പ്? എൻജോയ് ചെയ്ത് പാടണം. ഡാൻസ് കളിക്കണോ? സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചു തന്നോ? ഞങ്ങള് നോക്കിയിട്ടുണ്ട്. ഞങ്ങള് നോക്കിയിട്ടുണ്ട്. ആരെയും ഞങ്ങള് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആഹാ, ഓ അതൊക്കെ ഉണ്ടല്ലേ. കൂടുതൽ കാര്യങ്ങൾ വരവായി. അപ്പൊ ഏത് പാട്ടാണ് പാടുന്നത്? മച്ചാനെ പാത്തിങ്കള അല്ലേ? ഓക്കെ, നന്നായി പാടൂ കേട്ടോ. ഇപ്പൊ ഡാൻസ് ഒക്കെ കാണാലോ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. கொஞ்சம் நீ பார்த்து சொல்லு, வந்தாரா காணலியே, அவர் வந்தாரா காணலியே. மச்சான பாத்தீங்க
ശ്രീലക്ഷ്മി ചിരി നിക്കുന്നില്ലല്ലോ അപ്പോ നന്നായി പാടി ശ്രീലക്ഷ്മി. താങ്ക് യു ചേച്ചി. മാത്രമല്ല നിങ്ങൾ സപ്പോർട്ട് ഗ്രൂപ്പ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജിൽ കയറിയപ്പോ നല്ല രസമുണ്ടായിരുന്നു. ചോദിക്കാം നമുക്ക് ജഡ്ജസിനോട്. സുചേച്ചി. ശ്രീലക്ഷ്മി അസലായി പാടി. ശ്രീലക്ഷ്മി അന്ന് പാടിയ യമുന സംഗീതം തന്നെ ചെവി കിടക്കുന്നു. അത്ര മനോഹരമായിട്ട് അന്ന് പാടിയ ടി വിയിൽ കണ്ടപ്പോഴും അതെ, എക്സലന്റ് ഇറ്റ് വാസ്. നമ്മൾ ഈ ഇതിൽ കേൾക്കാനല്ലാതെ നമ്മൾ ടി വിയിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ സിംഗിങ് അപ്പോൾ എടുത്ത് പറയാൻ ഒരാൾ മോളായിരുന്നു. എനിക്ക് സ്റ്റിൽ മോള് പാടിയത് നന്നായിരുന്നു. പക്ഷെ മോളുടെ മിഡ് റേഞ്ച് അത് മോൾ താരാരാ ഇത് തന്നെ മോക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. കുറച്ച് അന്നും ഞങ്ങൾ പറഞ്ഞു ഇവിടെ വെച്ചാണ് പാടണമെന്ന് അങ്ങനെ പറഞ്ഞോ. എനിക്ക് കുറച്ച് മോളുടെ സിംഗിങ് മോളുടെ ഈ ഭാഗത്ത് നിന്നാണ് അധികം വരുന്നത്. അത് അത് ചെസ്റ്റ് വോയിസ് ഇല്ല എന്ന് തോന്നുന്നു. വയർ അത് എങ്ങനെയാ എനിക്കറിയില്ല. മേ ബി ആസ്കിയും. പക്ഷെ അത് ഒരുപാട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണ്ട. മോള് മേ ബി ഈ കോമ്പറ്റീഷന് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കാരണം ചിലപ്പോൾ അത് ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വോയിസ് സ്ട്രെയിൻ വരും. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യണം. കാരണം ഭയങ്കര ലൈറ്റ് ആവണം ആ സ്ഥലങ്ങൾ. കുറച്ചും കൂടെ ബോഡി വരണം ആ സ്ഥലത്ത് വോയിസിന്. കാരണം നല്ല സിംഗറാണ്. ഈ ഫീൽഡിൽ എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റിയ സിംഗറാണ്. എല്ലാ ആശംസകളും അത് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് അറ്റംപ്റ്റ് ചെയ്തു ഡാൻസ് ചെയ്യാനൊക്കെ. പക്ഷെ അത് ഗ്രേസ്ഫുൾ ആയിരുന്നു അല്ലേ? നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. മോക്ക് അധികം ശരിയാണ്, ഡാൻസറാണ്. ഓക്കെ മോള് പഠിച്ചിട്ടുണ്ടോ അപ്പൊ? ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ഡാൻസേഴ്സ്, നിങ്ങൾ ഡാൻസേഴ്സ് എന്നാക്കി പേര്, പാട്ടുകാരികളല്ല. ഹാപ്പിയായി. അതെ, പാട്ടുകാരെന്ന് പറയാൻ കൊള്ളത്തില്ലെന്ന് അവര് തന്നെ അങ്ങ് തീരുമാനിച്ചു. ഭയങ്കര ഹാപ്പി. ബ്യൂട്ടിഫുൾ ആയിരുന്നു നിങ്ങളുടെ അവസാനത്തെ ജോയിൻ ചെയ്ത് ഇവിടെ വന്നത്. ലക്ഷ്മി, ശ്രീലക്ഷ്മി സൂപ്പർ. ശ്രീലക്ഷ്മി എനിക്ക് വലിയ ഇഷ്ടമാണ് ശ്രീലക്ഷ്മിയുടെ പാട്ട്. ഇത് പറഞ്ഞ ആ കാര്യം, അബ്ഡോമൻ സപ്പോർട്ട് എപ്പോഴും വേണം പാടുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രെയിനും ആവും. എപ്പോഴും ഇങ്ങനെ ത്രോട്ടും ഈ ഹെഡും മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ്. സ്ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് സ്ട്രെയിൻ ആവുമല്ലോ വോയിസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ ഗ്രേറ്റ്, ദെൻ ഓസം. യു ഡോണ്ട് നീഡ് എനിത്തിങ്. എന്നാലും സപ്പോർട്ട് വേണം, എന്നാലേ വോയിസ് കുറച്ചും കൂടെ ഫുള്ളായിട്ട് കേൾക്കുള്ളൂ. അല്ലെങ്കിൽ തിന്നായി പോവും വോയിസ്. ബട്ട് പാട്ട് നന്നായിട്ട് പാടി. ഇത് എന്തൊരു പാട്ടാണിത്. പാട്ടെന്ന് പറഞ്ഞാൽ ഈ പാട്ട് തമിഴ് ഫിലിം ഹിസ്റ്ററിനെ ചേഞ്ച് ചെയ്ത പാട്ടാണ്. ഇളയരാജ സാർ എന്നുള്ള ഒരു ജീനിയസിൻ്റെ ഇൻട്രഡക്ഷനാണ് ഈ സിനിമയും. ഈ പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫോർ മേ ബി 2 years. വേറെ ഒരു പാട്ടും ഇല്ലായിരുന്നു. അത്ര ഹിറ്റായിരുന്നു ആ സമയത്ത്. 1976 ഇറ്റ് ചേഞ്ച് ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിനെ ചേഞ്ച് ചെയ്ത ഒരു സോങ് ആണ്. ശരിക്കും ഹിസ്റ്ററിയാണ് ഈ പാട്ട്. സോ thanks for choosing that song, and because it introduced one of the biggest geniuses ever of Indian music. പാട്ട് നന്നായിട്ട് പാടി. പിന്നെ ആ ആളിനെ കുറിച്ച് അണ്ണാച്ചി ചെറുതായിട്ട് ഈ പാട്ട് ഇങ്ങനെ പാടിയെന്ന് പറഞ്ഞിട്ട്, യു മസ്റ്റ് പ്ലീസ്. പറയേണ്ട കടമ എൻ്റെതാണ്. താങ്ക് യു സർ. ശരത് സർ നന്നായിരുന്നു മോളെ, നന്നായിട്ട് പാടി. അതുപോലെ മോളെ കണ്ട് പക്ക ഒരു തമിഴ് കൾച്ചറുണ്ട് കണ്ടിട്ട് മൊത്തത്തിൽ കാണുമ്പോൾ. ഞാൻ തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അതാണല്ലോ വേണ്ടത് ഇപ്പോൾ പാട്ടിന്. പിന്നെ അന്ന് എപ്പോഴും പറയാറുള്ള പോലെ നാഭീഹൃത്കണ്ഠരസന നാസാദുല, അത് മനസ്സിൽ വെച്ചിട്ട് പാടുമ്പോൾ ഇവിടുന്ന് വന്നാലേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പറയാനേ പറ്റത്തുള്ളൂ. ശ്രീലക്ഷ്മി പാടുന്ന ഇത് ഈ ഒരു ഏരിയ എന്നാണ് എനിക്ക് ശബ്ദം വരുന്നത്. മോൾ പാടുമ്പോൾ ശ്രീലക്ഷ്മി ഇവിടെ വെച്ച് പാടുന്ന പോലെ ആയിരിക്കുന്നു. മോക്കത് മനസ്സിലാവുന്നുണ്ടോ? അത് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളത്. നിന്നെ കണ്ടു ഇത് പാടുന്നതിനും ഉള്ളിൽ പാടുന്നതിനും ഉള്ള വ്യത്യാസമല്ലേ? മോക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിങ്ങനെ ഉള്ളിൽ നിന്ന് അങ്ങ് നാഭിയിൽ നിന്ന് ഇങ്ങനെ വരേണ്ട ഒരു ഐറ്റമാണ് അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഭാവയാമി പാടുമെൻ്റെ ജീവനാടികളിൽ
അല്ല, അത് കുറച്ച് എൻ്റെ വയറ് കുറേ കൂടുതലായതുകൊണ്ട് വരുന്നതാണ്. ഇല്ല, അങ്ങനെ മോള് അത് മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? ഭാവയാമി പാടുമെൻ്റെ ജീവനാടികളിൽ നാദഗോപുരങ്ങൾ തീർത്ത വേദ പൗർണമിയിൽ നമ്മൾ പാടുമ്പോൾ ഇവിടുന്ന് പാടണം കേട്ടോ. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ മോള് വരും. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം, രാജാ സാറിൻ്റെ അതിമനോഹരമായ ഒരു പാട്ടാണ്. കാര്യം ഒരു സിനിമ അതുവരെ ഉണ്ടായിരുന്ന മൊത്തം സാധനത്തിനെ എടുത്ത് മാറ്റി ഇങ്ങനൊരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ആ 10-37 വർഷമായി കേട്ടോ. ഒന്ന് എത്ര പഴയതാണ്. നിങ്ങൾ അച്ഛനമ്മമാർക്ക് തന്നെ അത് കുറച്ച് അവർ ജനിച്ച് ഏഴയുന്ന സമയത്തെങ്ങാണ്ട് വരുന്ന പാട്ടാണ്. അപ്പോൾ അത് അത്ര പഴയതാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് അദ്ദേഹത്തിന് വന്നു എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റാണ്. അങ്ങനെ ചിന്തയില്ല. ആ ഗിറ്റാർ വാമ്പിങ്ങും പുതിയതായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ജീനിയസ് വന്ന പാട്ടും കൂടാണ്. അപ്പോൾ നമുക്കത് ഒരിക്കലും ഈ ഒരു പാട്ടിൻ്റെ മഹത്വം ഇപ്പം അച്ചാന പാത്തുകളെ പാടിയാലും അത് ഫ്രഷാണ്. ജനങ്ങൾക്ക് അതേ വൈബാണ് ഇപ്പോഴും ഈ പാട്ടിനോടുള്ളത്. അതാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിയേഷനുള്ള ഒരു മതിപ്പ്. പല പാട്ടുകളും വന്ന് പോയിട്ടുണ്ട് അല്ലേ. അപ്പം അതിന് ഒരു താങ്ക്സ്. പിന്നെ ഞാൻ ആ സസ്പെൻസ് പൊളിക്കാം അല്ലേ അണ്ണാച്ചി? ഡാൻസേഴ്സ് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഈ കുട്ടികൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് പഴയ ഫിലിമിൽ ക്ലൈമാക്സിൽ പോലീസുകാർ വരുന്നതാണ്. വളരെ ലേറ്റായിട്ടാണ് അവർ വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കഴിഞ്ഞ് ഹീറോ വേറെ പക്കത്ത് അടച്ചു കഴിയുമ്പോൾ വന്ന് നിൽക്കും ഒരു വലിയ നിക്കറും ഇട്ട്. അത് ഒരു കാര്യവും കാണത്തില്ല പോലീസുകാർ വരുന്നുണ്ട്. കണ്ടു നോക്ക് പല 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 ഫിലിമുകളിലും അവസാനം ക്ലൈമാക്സ് കർട്ടനിടാൻ ആ പോലീസുകാർ വരുന്നത്. ഇത് ഇപ്രാവശ്യം പുതിയ സിനിമയിലൊക്കെ തൊട്ട് സമയത്ത് പോലീസുകാരെത്തി കേട്ടോ. പക്ഷേ അതിൽ ഒരാൾ മാത്രം ഇത്രയും പേരുടെ കൂടെ നിന്നാലും ആ കുട്ടി സ്വയം അതിന് തോന്നിയത് ഈ കൂട്ടം തെറ്റിപ്പോയ ഒരാട്ടുംകുട്ടിയുടെ വികാരമായിരുന്നു. അത് വേറെ ആരുമല്ല, ചിമ്മു ആണത്. ചിമ്മുവിന് കാര്യം ഇത്രയും ആളുകൾ ഇടിച്ചിട്ട് ഒരാടെ കൈ ഇടിച്ചിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലും അങ്ങനെ സ്വയം ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ആ കുട്ടിക്ക് മാത്രമേ കഴിയൂ. ആ ശ്വാസം മുട്ടിൻ്റെ ഇടയ്ക്കും എനിക്ക് വഴിമാറിപ്പോയല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് തോന്നിപ്പോയി. മോളെ നന്നായിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ. പിന്നെ ഡാൻസ് കൂടി ഇടിച്ച് തള്ളായി, അതൊക്കെ വലിയ സംഭവമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ ഇതിനെപ്പറ്റി. എന്നെങ്കിൽ ഈ പാട്ട് മോള് നന്നായിട്ട് പാടി, എനിക്ക് കുറേ ഇഷ്ടമായി. നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരും ഡാൻസേഴ്സുമായ കുട്ടികൾക്കും താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ശ്രീനി സർ 27.5 on 30. താങ്ക് യു സർ. സുജാ ചേച്ചി 27 on 30. താങ്ക് യു ചേച്ചി. ശരത് സർ 81.5 on 90 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഓവറോൾ പെർഫോമൻസിന് നല്ല ഭംഗിയിലെ ഡാൻസ് കളിച്ചതിന് ഇത് ജിമ്മിന് വേണ്ടിയാണ്. കുത്ത് അത്രേ ഉള്ളൂ. മോടെ അച്ഛൻ വന്നിട്ടുണ്ടോ? അച്ഛൻ ഡാൻസറാണ്, പഠിപ്പിക്കാറുണ്ടോ? അച്ഛൻ തോറ്റ് മുട്ടുമടക്കിയല്ലേ? ചിമ്മുനെ അഭിജിത്തിനെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റും. അഭിജിത്ത് അദ്ദേഹത്തിന് ട്രെയിൻ വേണമെങ്കിൽ. അപ്പം മോളെ ഞാനൊരു കുത്തും തന്നിട്ടുണ്ട്. സന്തോഷമായിട്ട് 8 മാർക്ക് കൊണ്ടിരിക്കും. Your total score is 89.5 on 100. തിരുടാ തിരുടാ AR